ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് ഒരു ട്രിപ്പിന് പോവാണ്. എവിടെയാണ് പോകുന്നത്? വണ്ടർല. ഓക്കെ, ഞങ്ങളിപ്പോൾ വണ്ടർലയിൽ പോവാണ്. അപ്പം ഞാനും അവളും ഒക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മൾ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ട്രെയിൻ എപ്പോഴാണ്? 5:55 ആണ് ട്രെയിൻ വരുന്നത്. അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടത്ത് ആ കാറൊക്കെ തിരിക്കുന്നുണ്ട്. നേരെ ഞങ്ങൾ തമ്പാനൂരിലോട്ടാണ് പോകുന്നത്. ഓട്ടം വെച്ച ഓട്ടമാണ്. ഹായ് പറഞ്ഞു. അപ്പം നമ്മുടെ ഇതാ ശോഭ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നേരെ സീറ്റ് നോക്കി പോവുകയാണ്. എവിടെയാണ് സീറ്റ് തപ്പി ഇരിക്കുവാണ്. അങ്ങനെ ഇതാ വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയാണ് ഞാൻ. ഇതാ അപ്പം നമ്മുടെ ട്രെയിൻ ഇതാ മൂവ് ഓൺ ആയി ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണേ. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞ് വിശക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ചീറ്റോസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതെടുത്ത് കഴിക്കാനായിട്ട് ഞങ്ങളിതാ മുതിരുകയാണ് ഗൈസ്. നേരെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കായലാണെന്നാണ് തോന്നുന്നത്. അതൊക്കെ കണ്ടു. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇതുവരെ ഈ കണ്ടിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കായലായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ എടുത്തപ്പോഴത്തേക്കും കുറച്ചൊക്കെ ബ്ലറായിട്ട് പോയി. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ കപ്പലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടു. അവിടെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ കൊക്ക് പറക്കുന്നു. പലതും നമുക്ക് ഇവിടുന്ന് തന്നെ നല്ല വ്യൂ ഒക്കെ കാണാം. നമുക്കൊരു പറ്റി കേസ്. അവസാനം ഞങ്ങൾ എറണാകുളത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയി ഇറങ്ങിയത് ആലുവയിലാണ്. ഇപ്പം എൻ്റെ ഫേസ് വന്നിട്ട് ബ്ലിങ്കസ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന കാണാവേ. ഹലോ ഗേസ്, നമ്മൾ എറണാകുളത്ത് നിന്ന് എറണാകുളത്ത് ഇറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ ഗൈസ് പറഞ്ഞു വന്നത്, ഞങ്ങൾ എറണാകുളത്ത് ഇറങ്ങേണ്ട ഞങ്ങൾ ആലുവയിൽ എറണാകുളം സൗത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആലുവ ഇറങ്ങാമെന്ന് പറഞ്ഞ് നിന്ന് അവസാനം ട്രെയിൻ കൊണ്ടെത്തിച്ചത് തൃശ്ശൂരിൽ. ഞങ്ങളിപ്പോൾ തൃശ്ശൂരിലാണ് നിൽക്കുന്നത്. തൃശ്ശൂരിൽ മുണ്ടിടിച്ച് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ട്രെയിൻ എടുത്ത് അങ്ങ് ആലുവയിൽ പോകാൻ വിചാരിച്ചു. ശബരി എക്സ്പ്രസ് പോകാൻ വിചാരിച്ചു. ഇവിടെ വേറൊരാൾ വ്ളോഗ് ചെയ്തോണ്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പകുതി ദിവസം നമ്മൾ ട്രെയിനിലായിരുന്നു. വണ്ടർല എന്ന് പറഞ്ഞിട്ട് പകുതി ദിവസം നമ്മൾ ട്രെയിനിലായിരുന്നു. ബാക്കി നമുക്ക് കാണാം. ഇനി എന്തൊക്കെയാവും, എന്തൊക്കെ പരിപാടികളാണ് കാണാൻ പോകണമെന്ന്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് ഇത്രയും വർഷത്തെ ട്രെയിൻ പാസഞ്ചർ. കഴിഞ്ഞ വർഷം തൊട്ടല്ലേ ട്രെയിൻ പാസഞ്ചർ എന്ന രീതിക്ക്. ഗൈസ്, അപ്പം നമ്മൾ ഏകദേശം ഇവിടെ എത്തിച്ച് ആലുവ എത്താറായി. സത്യം പറയാതെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് തന്നെ പോവാം, ബോൾഡായിട്ട് പോവാം. തെറ്റുകളിൽ നിന്നല്ലേ ഓരോ തെറ്റല്ല, നമുക്ക് പറ്റിയ കുറച്ച് ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോ എവിടെയാണെന്നുള്ള ഒരു ഇതൊന്നും കിട്ടില്ല. നോർത്ത് സൗത്ത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോ എറണാകുളം. അങ്ങനെ ഇപ്പൊ നമ്മൾ ഇവിടെ ഇതേത് കമ്പാർട്ട്മെന്റ്? AC കമ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ മൊത്തം അയ്യപ്പന്മാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുത്തൻ അവിടെ വന്നിട്ട് ഭയങ്കര നോട്ടവും കാര്യങ്ങളും. ഒരുത്തനല്ല, ഒരു അപ്പൂപ്പൻ, ഞങ്ങൾ അപ്പൂപ്പൻ്റെ ഒക്കെ പ്രായം വന്നു വരും, ഭയങ്കര നോട്ടം. അപ്പം നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ബോൾഡായിട്ട് കുറച്ച് നോക്കാൻ വിചാരിച്ചെങ്കിൽ നിങ്ങൾ ബോൾഡായിട്ട് നിൽക്കിയത്. എന്തെങ്കിലും ഇഷ്യൂസ് വരണമെങ്കിൽ 182 റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് 182 ഒരു ഇത് കണ്ടിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് വരണമെങ്കിൽ നമുക്ക് ഉടനെ വിളിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ മൊബൈലിലൊക്കെ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിളിക്കാനായിട്ടൊക്കെ ഉള്ളത്. എന്തെങ്കിലും ഇഷ്യൂസ് വന്നല്ലോ, എല്ലാത്തിനും കരുതി കൂട്ടെല്ലാം ചെയ്ത് വെക്കണമല്ലോ. അങ്ങനെ ഇപ്പം ട്രെയിൻ എവിടെ നിർത്തിയിട്ട് ഗൈസ്. അപ്പം ഞങ്ങൾ നേരെ പോകുന്നുണ്ട്. ആലുവയിൽ എത്തിയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങി. 5:20 ഇറങ്ങിയതാണ്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം കഴിച്ചിട്ടൊക്കെ നേരെ പോകണം. അങ്ങനെ വീട്ടിലെത്തുന്ന വരെ സേഫ്റ്റി ആയിട്ട് പോയിട്ട് വരണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അങ്ങനെ കേസ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ആലുവയ്ക്ക് എത്തി. ആലുവ എത്തിയപ്പോൾ തന്നെ ചേച്ചിയുടെ ഒരു ചേച്ചി അൻഷ എന്ന് പറയുന്ന ചേച്ചി തന്നെയാണ്. ആ ചേച്ചി നമുക്ക് ജ്യൂസൊക്കെ മേടിച്ച് റെഡി ആയിട്ടിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഊബർ പിടിച്ച് നേരെ വണ്ടർലോട്ട് പോവാണേ. ഹലോ, അവസാനം ഞങ്ങളിതാ എത്തി ഗൈസ് വണ്ടർലോട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പോട്ടിലോട്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എത്തി. എന്തായാലും നമ്മൾ ആത്മവിശ്വാസം വിട്ടിട്ടില്ല കേട്ടോ.
അപ്പോൾ ഇതാ വന്ന സ്ഥിതിക്ക് എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അവിടേക്ക് പോയി. നേരെ ടീഷർട്ടും കാര്യങ്ങളും മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ടീഷർട്ട് മേടിക്കാൻ പോയി. ഞാനും വേറൊരു ചേച്ചിയായിട്ട് ശോഭ ചേച്ചിയായിട്ട് പോയി. പിന്നെ അനുഷ ചേച്ചിയും അശ്വതിയുമായിട്ട് നേരെ നമ്മൾ ലോക്കറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോയി. അങ്ങനെ ലോക്കറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നേരെ നമ്മളത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് നീങ്ങുകയാണ് ഗൈസ്. വീഡിയോയിലെങ്കിലും എടുക്കാം. ലോക്കറൊക്കെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മളതൊന്ന് സ്കാൻ ചെയ്യുക, അപ്പോഴത്തേക്കും അത് ഓപ്പണായിട്ട് വരും. ഓപ്പൺ ചെയ്യുക, തിരിച്ച് നമ്മുടെ സംഭവ സാമഗ്രികളെല്ലാം അതിനോട്ട് വെക്കുക, തിരിച്ച് അതുപോലെ നമ്മൾ ക്ലോസ് ചെയ്യുക. ഇതാണ് അവിടുത്തെ ലോക്കർ എന്ന് പറയുന്നത്. ഇത് വേറെ ആർക്കും അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ആ ഒരു ഇത് സംഭവത്തിന് മാത്രം സ്കാൻ ചെയ്തിട്ട് അത് അപ്പോൾ ഗൈസ് നമുക്ക് എല്ലാ റൈഡിലൊക്കെ കയറി കഴിഞ്ഞു. നേരിട്ടാണ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഏതെങ്കിലും ഒരു കൊച്ചു റൈഡെങ്കിലും കാണിക്കേണ്ടി വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന് റൈഡ് എടുക്കാൻ വിചാരിച്ചു ചെറുതായിട്ടെങ്കിലും. അങ്ങനത്തെ ഈ ഒരു റൈഡാണ് എടുത്തത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലും കാര്യത്തിലൊക്കെ കയറി കഴിഞ്ഞു. പിന്നെ നേരിതാ പോവാണ്. പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. വിശന്നിട്ട് വയറങ്ങ് കത്തുവാണേ. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. നമ്മുടെ ആ ഒരു ട്രെയിൻ കൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആ സമയങ്ങളൊന്നും അത്ര ഇതായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ നേരെ റൈഡിലോട്ട് കയറി. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ പുറത്തുള്ള കഫയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതാ ഇറങ്ങുകയാണ് ഗൈസ്. അവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങ് കൊതിയാവുകയാണ്. പിന്നെ എന്തായാലും നമുക്ക് ഇറങ്ങിയല്ലേ പറ്റൂ. അപ്പം ഗൈസ് ഏകദേശം നമ്മൾ ഇവിടെ പൊളിച്ചിരിക്കുകയാണ്. ആദ്യം കുറച്ച് ലാഗ് അടുപ്പിച്ചെങ്കിലും ലാസ്റ്റ് സെറ്റാക്കി നമ്മൾ. ഇപ്പം നമ്മളിതാ ഊബർ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ചായ കുടിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ മുതൽ നമ്മളൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഒരു ഗ്രേപ്പ് ജ്യൂസ് മാത്രമാണ് കുടിച്ചത്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം, പക്ഷെ സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അവിടെ പോകുന്നു. നമ്മളെവിടെ പോകുന്നു? റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. ഇവളിപ്പം ഈ കട്ട്ലറ്റ് എടുത്ത് എറിയുന്ന കണ്ട ഈശ്വരി ഇതെങ്കിൽ ഇത് എന്ന് പറഞ്ഞുള്ള രീതിക്കാണ് അവൾ എടുത്ത് എറിയുന്നത്. ഭഗവാൻ ഇതെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള രീതിക്കാണ് എറിയുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ ഇതാ ഊബറിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളതാ കോഫിയോ ചായയോ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ വിചാരിച്ചിട്ട് കയറിയിരിക്കണം. ഒരുത്തി ഇവിടെ തലവേദന ചെയ്താൽ കിടക്കുവാണ്. എനിക്ക് തലവേദനയൊക്കെ ഉണ്ടെന്നാലും ഞാൻ പുറത്തതൊന്നും കാണിക്കാറില്ല. അതാണ് എൻ്റെ സ്വഭാവം. ഇപ്പോൾ ഒരാൾ ഞാനൊന്ന് അഭിനയിച്ച് കാണിച്ചിട്ട് നീ ഒന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ എടുത്തു. ഒരുത്തിയെടുത്ത് ഞാൻ എന്താ ചായ എടുത്ത് കുടിക്കാൻ പറഞ്ഞപ്പോൾ മൂച്ചാട്ട സ്വഭാവം കൊണ്ട് നടക്കുകയാണ്. തലവേദന കാരണമാണ് ഈ ഒരു റിയാക്ഷനൊക്കെ വരുന്നത്. നേരെ ഞങ്ങളിത് എവിടെ പോവാണ്? റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. നമ്മുടെ വന്ദേ ഭാരത് എത്താറ് അങ്ങനെ ഓട്ടപ്പാച്ചിലാണേ വീണ്ടും. അപ്പോൾ തന്നെ നമ്മൾ അണ്ണാച്ചി വந்தாச்சு ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറാൻ പോകുന്നത്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയാതെ. ഞങ്ങളങ്ങനെ കയറി. അതുകൊണ്ട് ഫുഡൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു. കാരണം വന്ദേ ഭാരതിലെ ഫുഡ് ആരും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചായിരുന്നേ സാധനങ്ങളൊക്കെ. അപ്പം എന്താ നമ്മുടെ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കണം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അത്രയുള്ളൂ. ബൈ ബൈ.